ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ എൻ്റെ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ പറയാനാണ് വന്നേക്കണത്. എൻ്റെ എത്രത്തോളം ഫ്രണ്ട്സ് എന്തോ പറഞ്ഞായിരുന്നു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ വേണം. അപ്പോൾ സംഭവം എന്തിൻ്റെ ആയിരുന്നു? അക്വലോജിക്കേൻ്റെ ഒരു അഫോർഡബിൾ സംഭവമാണത്. അക്വലോജിക്കേൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. 5 ബാരിയർ പ്ലസ് ഹൈഡ്രാ ജെൽ, അങ്ങനെ അവക്കാഡോ 5 എസെൻഷ്യൽ എന്തൊക്കെയോ സംഭവങ്ങൾ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. സ്ട്രെങ്തനും ഹൈഡ്രേറ്റും എന്നൊക്കെയാണ്. ഹൈഡ്രേറ്റിൻ്റെ ഹൈഡ്ര വരെ ഉള്ളൂ, ബാക്കി മാഞ്ഞുപോയി. അപ്പം ഇതൊക്കെയാണ് ഈ സംഭവം. ഹൈഡ്രേറ്റഡ് ആക്കുമോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. കാരണം എൻ്റെ കണ്ടോ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അതിനെ അങ്ങോട്ട് വലിയ വൈബില്ല. ബട്ട് ഒരു ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന് അവർക്കൊക്കെ പക്കയാണ്. ഇതിൽ നിറച്ചുണ്ടാവും. ഇത് വാങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒരു 200 സംതിങ്ങിനാണ് ഞാനിത് വാങ്ങിച്ചത്. വാങ്ങിയ സമയത്ത് ഇതിൻ്റെ സ്മെല്ല് ഒരു എന്താ പറയുക, ഒരു ടോണിക്കിൻ്റെ, ഈ ചുമേൻ്റെയൊക്കെ ടോണിക്കിൻ്റെ ഒരു സ്മെല്ലായിരുന്നു. പക്ഷേ പിന്നെ അതിനെ തുറന്നൊന്നും ഉപയോഗിച്ചു അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു പഴം ചീഞ്ഞ സ്മെല്ലാണ്. ഈ കുഞ്ഞ പഴമൊക്കെ ഇല്ലേ, അതൊന്നും നന്നായി പഴുത്ത് ഇതായിട്ട് വരുന്ന സ്മെല്ലാണ്. സ്മെല്ലിൽ വലിയ അടിപൊളിയൊന്നുമില്ല. തുടക്കത്തിൽ ഭയങ്കര എന്തോ ഒരു മരുന്നിൻ്റെ സ്മെല്ലാണ്, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആ സ്മെല്ല്. പിന്നെ അത് പോയി ഇങ്ങനെയായി. ഇപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നൊന്നും വലിയ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തെളിഞ്ഞു വരും. അപ്പോൾ മോയ്സ്ചറൈസർ എൻ്റെ ഇപ്പോഴത്തെ ഈ സ്കിന്നിന് വെച്ച് നോക്കുമ്പോൾ വലിയ അടിപൊളിയല്ല. പക്ഷെ എൻ്റെ സ്കിൻ ടൈപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ഓയിലി ആവും, ഇടയ്ക്ക് കോമ്പിനേഷൻ ആവും. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ വാങ്ങേണ്ടവർ വാങ്ങിക്കോ. ഓക്കെ, ബൈ.